ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മുടെ അൽബേനിയയിലെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് രാവിലെ തന്നെ അജു നേരത്തെ പോയായിരുന്നു തിരിച്ച് ലണ്ടനിലോട്ട്. നമ്മൾ ഇന്ന് ക്രൂജയെ കാണാൻ പോവാണ്. ക്രൂജയ്ക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ബസ് സ്റ്റേഷനിലെത്താൻ വേണ്ടി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ടാക്സി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പത്തിനും റോഷൻ കടയിൽ പോയിട്ട് ഇന്നലെ കഴിച്ച സറണ്ടേന്ന് കഴിച്ച ഒരു സാധനമില്ലേ, ചീസിൻ്റെ സാധനം, അത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ റൂമിൽ നിന്ന് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇതേ ബസ് സ്റ്റോപ്പിലെത്തി. 8 യൂറോ ആയിട്ട് നമുക്കായത്. അജു ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് വഴിയിലൂടെ എല്ലാം ഭക്ഷണം കഴിച്ചോണ്ട് 33 അജു ഇപ്പൊ ഫ്ലൈറ്റ് കയറാനായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഇതേ ഡ്രൈവറുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് മേടിച്ചു. ടിക്കറ്റ് ഒരാൾക്ക് 200 ലേക്കാണ് ആയത് കേട്ടോ. രണ്ടുപേർക്കും കൂടെ 400 ലേക്ക്. 200 ലേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 200 റുപ്പീസ് ഓർ 2 പൗണ്ട്സിൻ്റെ അടുത്ത് വരും കേട്ടോ. ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. അജുവിന്റെ അടുത്ത് ഒച്ചെടുക്കുന്ന പോലെ ഈ ഡ്രൈവറിന്റെ അടുത്ത് ഒച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ടിറാനയിൽ നിന്ന് ക്രൂയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1 അവർ എടുക്കും നമ്മൾ അവിടെ എത്താനായിട്ട്. ഇത് നമ്മൾ കാറിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 40-45 മിനിറ്റ്സ് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ഈ ബസ് കയറിയ സ്റ്റേഷനിൽ നിന്ന് തന്നെ ക്രൂയയിലേക്ക് മാത്രമല്ല സറണ്ടയിലോട്ടും ഡൂറസിലോട്ടും അതുപോലെ തന്നെ ഷമിലിലോട്ടും ഒക്കെ നമുക്ക് ഇതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് അപ്പം നമുക്ക് ടിക്കറ്റ് വാങ്ങിച്ച് പോകേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ സാധാരണ ബസ് പോലെയല്ല, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ആളുകളെ മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രാവലർ പോലെയുള്ള ബസ്സുകളാണ് മിക്ക സ്ഥലത്തും ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതേ ക്രൂയയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവിടെ നമുക്ക് ടിറാനയിലോട്ട് ബസ്സുള്ളത് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയായി. 2 മണിയാകുമ്പോൾ ഉള്ള ബസ്സിൽ പോവാം എന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് സ്കാൻഡർബർഗ്. സ്കാൻഡർബർഗിൻ്റെ പ്രതിമയാണ് കേട്ടോ. സ്കാൻഡർബർഗ് ആരാന്നല്ല, സ്കാൻഡർബർഗ് അൽബേനിയയിലെ നാഷണൽ ഹീറോ ആണ് കേട്ടോ. 15th സെഞ്ച്വറിയിലെ ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു സ്കാൻഡർബർഗ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ഓട്ടോമാന്മാർ കൊണ്ടുപോയിട്ട് അവരുടെ എംപയറിലായിരുന്നു സ്കാൻഡർബർഗ് വളർന്നത്. അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് വേർപിരിഞ്ഞ് 1443 അൽബേനിയയിലോട്ട് വന്ന് ക്രൂജനെ തിരിച്ചു പിടിച്ച് അവിടെ സ്വന്തം ഫ്ലാഗ് ഉയർത്തുകയായിരുന്നു സ്കാൻഡർബർഗ്. അതിനുശേഷം ഓൾമോസ്റ്റ് 25 ഇയേഴ്സ് ഓട്ടോമാൻ എംപയറിനെതിരെ പോരാടുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻസിൻ്റെ ഇടയിൽ സ്കാൻഡർബർഗിന് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടാനായിട്ടുള്ള മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്റ്റൈലും അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൽ യൂസ് ചെയ്ത ടാക്ടിക്സും ഒക്കെയാണ് കേട്ടോ. ക്രൂയയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് പറ്റും. അൽബേനിയക്കാർക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം തൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി അവരുടെ ഫ്രീഡത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളുടെ സ്റ്റോറിയാണ് ക്രൂയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിയത്തിന് നമ്മളോട് പറയാനുള്ളത്. വെൽക്കം ടു ക്രൂജ ഓൾഡ് ബസാർ. ഇങ്ങനെ നമ്മൾ ക്രൂജ ഓൾഡ് ബസാറിലൂടെ ഒരേപോലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാൽനട യാത്രക്കാരായ ഞങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ക്രൂയയിലെ ഓൾഡ് ടൗണിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ ഓൾഡ് ബസാർ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ഏത് രാജ്യത്ത് പോയാലും അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ ഏതെങ്കിലും സിറ്റിയിൽ പോയാലും ഒക്കെ അവിടെ ഓൾഡ് ടൗൺ ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ ഓൾഡ് ബസാർ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച് പോകാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ആ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഫീലും പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വാങ്ങിക്കാനും പറ്റും. അതെല്ലാം അതിലെത്രത്തോളം അത് ഒതൻറ്റിക് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് അത് കാണാനും ഒന്ന് ഫീൽ ചെയ്യാനൊക്കെ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ജസ്റ്റ് സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഞാൻ അവിടെ നിന്ന് എനിക്ക് ഒരു സിൽവറിൻ്റെ ഒരു ബ്രേസ്ലെറ്റും അതുകൂടാതെ അജുവിൻ്റെ വൈഫിന് അവൻ ഇന്നലെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് അവൻ്റെ വൈഫിനും നമ്മൾ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചായിരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക സോവിനീസ് മാഗ്നറ്റ്സും പിന്നെ കുറച്ച് പിന്നും ബാഡ്ജും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു.
അതിനുശേഷം വീണ്ടും നമ്മൾ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ കടയുടെ ഫ്രണ്ടിലും അവരുടെ ഓണേഴ്സും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് നമ്മളെ അകത്തോട്ട് അവരെ നമ്മളിങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷണം കേൾക്കുമ്പോൾ നമുക്ക് അകത്ത് പോകാതിരിക്കാനും തോന്നുന്നില്ല, പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാതിരിക്കാനും തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം കയറാതിരിക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്തെങ്കിലും വേറെ ഒരു കട കണ്ടപ്പോൾ ഞങ്ങൾക്ക് കയറാതിരിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങോട്ട് കയറി ഗൈസ്. അങ്ങനെ നമ്മളിത് ഈ നിൽക്കണ പുള്ളിക്കാരുടെ കടയിലോട്ടാണ് കയറി കേട്ടോ. പുള്ളിക്കാരി നമ്മളെ അത്യാവശ്യം നന്നായിട്ട് ക്ഷണിച്ചായിരുന്നു കടയിലോട്ട് കയറാൻ. എന്താണെന്നറിയില്ല, പുള്ളിക്കാരുടെ ക്ഷണം വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. വേറൊന്നും അല്ല, കടയിൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ടേ, കടയിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ തടഞ്ഞാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ കേട്ടോ. വിചാരിച്ച പോലെ തന്നെ കടയിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിക്കുകയും ചെയ്തു കേട്ടോ. ലൈക്ക് നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ നല്ല സിഗ്നേച്ചർ സെൻറ്റർ പീസസ് ഒക്കെ ഉണ്ട്. ഭയങ്കര പ്രൈസി ഒന്നുമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഗേജിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാം മേടിക്കാനായിട്ട് പറ്റില്ല. അപ്പോഴാണ് ഈ 2 പുലിക്കുട്ടന്മാർ നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ഇതിൽ ഏത് വാങ്ങിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ പേരും വോട്ട് ചെയ്തത് സിൽവറിനായിരുന്നെങ്കിലും റോഷൻ ഇഷ്ടമായത് ഗോൾഡനാണ്. റോഷൻ പറയുന്നത് ഗോൾഡിനാണ് ആ ഒരു പ്രൗഡി ഉള്ളത് എന്നാണ്. എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് വിചാരിച്ചു. അതുകൂടാതെ ഞാൻ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കൂടെ അവിടെ നിന്ന് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇതുവരെ ഹാൻഡ് മെയ്ഡ് പോർട്രേറ്റ്സ് ഉണ്ട്, പിന്നെ മദർ തെരേസയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും സിൽവർ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. സിൽവർ ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ ഇപ്പോൾ വാങ്ങിച്ചില്ല, കാരണം നമ്മൾ മേടിച്ചത് കൊണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരുടെ മകൻ എനിക്കൊരു കുഞ്ഞ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഗിഫ്റ്റായിട്ട് തന്നു. ഇത് പറഞ്ഞു ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, നമുക്കിങ്ങനെ ഒരാൾ അവർ നമ്മളോട് നന്ദി പറയുന്നതാണ്. കുറച്ച് സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചത് കൊണ്ടുള്ള നന്ദി അവർ നമ്മുടെ അടുത്ത് പറയുന്നതാണ്. പക്ഷേ ഒരു കുഞ്ഞ് സാധനമാണെങ്കിലും കൂടിയും അവർക്കിതുകൊണ്ട് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ലെങ്കിൽ കൂടിയും അത് അവർ തരാൻ അവർക്ക് തോന്നിയല്ലോ, അത് കിട്ടിയപ്പോൾ എനിക്കൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഇനി പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവരുടെ കടയിൽ വീണ്ടും പോകും. ഫ്രീ ആയിട്ട് ഇനിയും കിട്ടിയാലോ. കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ റോഷനെ ഒന്ന് മുടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മതിയായിട്ടില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാൻ വേറൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഒരു ബാഗാണ്. അത് ആക്ച്വലി ജിറോകാസ്റ്റർ മുതലേ അതിങ്ങനെ എന്നെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ആക്ച്വലി ആ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനു മുമ്പും ഈ ഒരു ഡിസൈൻ ബാഗ് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വാങ്ങിക്കാനായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എന്തോ ഒരു ഉൾവിളി, എന്നെ വാങ്ങിക്കൂ എന്ന് പറയുന്ന പോലൊരു തോന്നൽ കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് കയറിയ ഷോപ്പിൽ ഞാൻ ജസ്റ്റ് റേറ്റ് ചോദിച്ചായിരുന്നു. ആക്ച്വലി ഞാൻ നോക്കുന്നത് ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ബാക്ക് പാക്ക് പോലത്തെ ഉള്ള ബാഗാട്ടോ. പക്ഷേ ഞാൻ അവിടെ കണ്ടത് ഒരു സൈഡ് ബാഗായിരുന്നു. സ്റ്റിൽ ഞാൻ അതിന് റേറ്റ് ചോദിച്ചപ്പോൾ അവർ €15 എന്ന് പറഞ്ഞു.
€15 കൊടുത്തൊരു സൈഡ് ബാഗ് വാങ്ങിക്കാനുള്ളതുണ്ട് എന്നെനിക്ക് അപ്പോൾ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചില്ല. വേറെ ഏതെങ്കിലും ഷോപ്പിൽ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം മിക്ക കടകളിലും ജസ്റ്റ് പുറത്തുനിന്ന് തന്നെ നമ്മൾ റേറ്റ് ചോദിച്ചായിരുന്നു. എല്ലാവരും ഒരു 25, 30 ആ ഒരു റേഞ്ചിലാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഓക്കെ, അത്രയും തന്നെ കാണുമായിരിക്കും, അതല്ലാതെ അവർ വെറുതെ ഇങ്ങനെ പറയത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ഷോപ്പിൽ ഒരു പെൺകുട്ടി അവരെ അകത്തോട്ട് വിളിച്ചു. എൻ്റെ കയ്യിൽ കുറേ ഡിസൈൻ ഉണ്ട്, അകത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയി. അകത്തോട്ട് കയറിയപ്പം പുള്ളിക്കാരി പറഞ്ഞു 25, 30 അത്രയാണ് റേറ്റ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു ഡിസ്കൗണ്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഡിസ്കൗണ്ട് ഞാൻ മാക്സിമം വേണമെങ്കിൽ €1 ഡിസ്കൗണ്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ €1 ഡിസ്കൗണ്ട് ചെയ്തതുകൊണ്ട് അത് വാങ്ങിക്കാനുള്ള അത്രയും വേർത്താന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വേണ്ട, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അങ്ങനെ അത്ര ഇഷ്ടമായെന്ന് വെച്ചിട്ട് നമ്മൾ അതിന് ഇല്ലാത്ത ഒരു വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് വേറെ ഷോപ്പിൽ പോയി. വേറെ ഷോപ്പിൽ ജസ്റ്റ് പുറത്ത് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് റേറ്റ് ചോദിച്ചു. റേറ്റ് ചോദിച്ചപ്പം അവർ പറഞ്ഞു €15 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആഹാ കൊള്ളാലോ, €15 ബാക്ക് പാക്ക് കേട്ടോ, സൈഡ് ബാഗ് അല്ല, നേരത്തെ സൈഡ് ബാഗായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ €15 അവരോട് ഞാൻ ചോദിച്ചു ഡിസ്കൗണ്ട് ഉണ്ടോ ചേച്ചി. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ €1 കുറയ്ക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച പോലെ നിന്നപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ് 13 ഫോർ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്കൊന്നും നോക്കണ്ട, എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബാഗ് മേടിച്ചു. ബാഗ് മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ UK നിന്ന് അൽബേനിയയിലേക്കും മോണ്ടിനീഗ്രിയയിലേക്കും ഒക്കെ ട്രിപ്പ് കൊണ്ടുവന്ന ജിംസൺ ചിറ്റിലപ്പള്ളിയുടെ ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അവരെ നമ്മൾ ജിറോകാസ്റ്ററിൽ വെച്ചും ബ്ലൂ ഐയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ സെയിം നമ്മൾ ക്രൂയയിൽ വന്നപ്പം അവരിവിടെ ഉണ്ടായിരുന്നു. അതിലൊരു ചേച്ചി നിഷ എന്ന് പറഞ്ഞൊരു ചേച്ചി നമ്മളെ വന്ന് സംസാരിച്ച് നമ്മുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആരായേ. അപ്പോൾ അങ്ങനെ അതൊരു ചെറിയൊരു സന്തോഷം. നമ്മൾ അത്രയും വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളെ ആരെങ്കിലുമൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് കേൾക്കുന്ന ഒരു ചെറിയ സന്തോഷമല്ലേ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഫോട്ടോ ആക്ച്വലി ചേച്ചിയുടെ ഫോണിലാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ല കാണിക്കാനായിട്ട്. പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ.
സമയം 1:30 ആയിട്ടോ. 2 മണിക്കാണ് നമുക്ക് നെക്സ്റ്റ് ടിറാനയിലോട്ടുള്ള ബസ്സുള്ളത്. സോ എന്തായാലും ക്രൂയേലേക്ക് വന്നിട്ടുള്ള എൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നടന്നു. ഒരു ഉദ്ദേശം ഒഴിച്ച്. ആ ഉദ്ദേശം ഐസ്ക്രീം കഴിക്കുക എന്നുള്ളതായിരുന്നു. ഐസ്ക്രീം ഒഴിച്ച് ബാക്കി എല്ലാ ഉദ്ദേശവും എൻ്റെ നിറവേറിയിരിക്കുകയാണോ ഗൈസ്? ആക്ച്വലി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ട്രൈപോഡ് എടുക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചുള്ള ഫോട്ടോ ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല ക്രൂയെന്ന്. നമ്മൾ ഫോൺ വെച്ച് സെൽഫി എടുക്കുകയായിരുന്നു കേട്ടോ. സോ എനിവേ ക്രൂയെ അടിപൊളിയായിരുന്നു. നമുക്ക് 2 മണിക്ക് ബസ്സിന് മുമ്പ് തിരിച്ചു പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ക്യാഷ് കുറച്ച് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം അൽബേനിയയിൽ കൂടുതലും ക്യാഷാണ് അവർ യൂസ് ചെയ്യുന്നത്. കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പം ഇവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് കുറവാണ് കേട്ടോ. സോ അതുകൊണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇനി എന്തായാലും അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അധികം അങ്ങനെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, വേറെ ഉണ്ടാവുമായിരിക്കും. നമ്മൾ കണ്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു 2-3 ക്രൊസാന്തും കുറച്ച് വെള്ളവും ജ്യൂസൊക്കെ വാങ്ങിച്ച് ബസ്സിലിരുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വരാൻ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രോൺ ഷൂട്ടും കൂടി എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെയാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ടിറാനോയിലോട്ട് മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലോട്ടും നമുക്ക് ഇവിടെ നിന്ന് ബസ്സുണ്ട്. അവിടെ ഇതാണ് ടൈം ടേബിൾ കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് 1 അവർ ട്രാവൽ ചെയ്തതിന് ശേഷം നേരെ ടിറാനയിൽ ചെന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ആഫ്റ്റർനൂൺ ടിറാന സെൻറ്റർ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മുടെ പ്ലാൻ എല്ലാം തൊപ്ലാൻ ആക്കിക്കൊണ്ട് ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ. ഈ ഒരു ബസ് കണ്ടോ, എന്തൊരു വലുതാന്ന് പറയും. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഈ ബസ്സിൽ കയറി 40 ലേക്ക് കൊടുത്ത് സിറ്റി സെൻറ്ററിലോട്ട് ടിക്കറ്റും എടുത്തു. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പ്ലാൻ ഇന്ന് ഫുള്ള് ടിറാന എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്ലാൻ എല്ലാം തൊപ്ലാൻ ആക്കിക്കൊണ്ട് ആളെത്തിയിരിക്കുകയാണ്. ആരാണ്? മഴ. സോ മഴയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്നൊന്നും നടക്കും എന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചു ആദ്യം പോയി ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ മഴ കുറയുവാണെങ്കിൽ ദെൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ 2 പേർക്കും നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് കിട്ടിയതും തന്നെ മാക്കുമാക്കുന്ന എല്ലാം ഫുഡും കഴിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. മഴ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് ആഫ്റ്റർനൂൺ വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നേരെ റൂമിലോട്ട് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം റൂമിൻ്റെ അടുത്തുള്ള ഒരു മോളിലോട്ട് വന്നിട്ടോ. റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടിറാന സെൻറ്റർ മോളോ അങ്ങനെ എങ്ങാണ്ടാണ് പേര്. അങ്ങോട്ട് വന്നു. അവിടെ LC വൈക്കിക്കി ഉണ്ട് എന്നറിഞ്ഞിട്ട് വന്നതാണ്. അവിടെ നിന്ന് എന്തെങ്കിലും തടഞ്ഞാലോ എന്നാണ് ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ആക്ച്വലി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര സെയിലും ഡിസ്കൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ലഗേജ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റിയില്ല. റോഷൻ ഒരു ഷർട്ടും ഞാനൊരു ടോപ്പ് മാത്രം എടുത്തു. അതിനുശേഷം റൂമിൽ ചെന്നത് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ടിറാനയോടും അൽബേനിയോടും ഇവിടെ പറഞ്ഞ് പോകാൻ പോവാണ്. ഇപ്പോൾ സമയം 9 മണി. നമുക്കൊരു 9:55 ആകുമ്പോഴത്തേനും എയർപോർട്ടെത്തണം. ഭയങ്കര സൗണ്ട്. അതിനുശേഷം 10:55 നമുക്ക് ഫ്ലൈറ്റ്. 3:15 നമ്മൾ ലണ്ടൻ. ഓക്കെ, യെസ് ഗൈസ്. നമുക്ക് മതിയായില്ല. നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പൈസ ഉണ്ടാക്കിയാലല്ലേ വരാൻ പറ്റും. അപ്പോൾ ഗൈസ്, നിങ്ങൾ അൽബേനിയയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ടാക്സി അൽബേനിയ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ലൊക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രൈസ് വരും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും കേട്ടോ. പക്ഷെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണം. കാർഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ എനിക്ക് കാണിച്ചില്ല, എനിക്കറിയില്ല. ഇനി അൽബേനിയൻ കാർഡ്സ് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ഇവിടെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് മദർ തെരേസയുടെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. ഈ അൽബേനിയൻ എയർപോർട്ട് തന്നെ മദർ തെരേസ എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അവരൊരു അൽബേനിയൻ ഒറിജിനാണ്. ഈവൻ ദോ അവർ ജനിച്ചത് സ്കോപ്പിയയിലാണ്. സ്കോപ്പിയ ഇവിടെയുള്ളതാണ്, നോർത്ത് മസഡോണിയാണ്. പക്ഷേ ആ സമയത്ത് ഓട്ടോമാൻ എംപയറിൻ്റെ അണ്ടറിലായതുകൊണ്ട് അവിടെ ഒരുപാട് അൽബേനിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അൽബേനിയൻ ഒറിജിൻ ആവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മിസ്റ്റർ പ്രിൻസ് ജോയിനെ കണ്ടിരുന്നു. നമ്മൾ പോകുന്ന ദിവസം മിസ്റ്റർ പ്രിൻസ് ജോയും ഒരു കൂട്ടം ഫ്രണ്ട്സുമായിട്ട് അൽബേനിയ അടിച്ചു പൊളിക്കാനായിട്ട് ബാച്ചിലർ ട്രിപ്പിന് വന്നതാണ്.
അങ്ങനെ പോവാണ്. അൽബേനിയയോട് വിട. എവിടെയാണെന്ന് അറിയോ? എന്ത് അങ്ങനെ പടക്കക്കട ഹുദാഹവ 12:05 തുറക്കണതാ. അങ്ങനെ അല്പം വിഷമത്തോടുകൂടിയാണെങ്കിലും വീണ്ടും തിരിച്ചു വരാം എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമ്മൾ അൽബേനിയ എടുത്ത് വിട പറയാൻ പോകണം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വോയിസ് ഓവർ രാവിലെ നേരത്തെ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ വോയിസിന് ചെറിയൊരു വ്യത്യാസം, ക്ഷമിക്കണം ഗൈസ്. അപ്പം എയർപോർട്ടിലെത്തിയാലുള്ള സ്ഥിരം കലാപരിപാടികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഷൻ എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മേടിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരതി, അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ആക്ച്വലി കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഭയങ്കര ബിസിയാണ് കേട്ടോ എയർപോർട്ട്. It's time to say bye-bye. So, thank you Albania for giving us such a wonderful memories. ഇത്രയും ദിവസം അൽബേനിയയിൽ ഉണ്ടായിരുന്നിട്ട് നമുക്ക് അൽബേനിയിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ആക്ച്വലി സാധാരണ ട്രിപ്പ് പോകുന്ന പോലെ നമ്മൾ അത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല അൽബേനിയയിൽ. കാരണം അജു ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കാറ് റെൻറ്റിന് എടുത്തതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് പോയി. അജു ആയിരിക്കണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സോ UK വരാൻ പറ്റിയ, ചീപ്പായിട്ട് വരാൻ പറ്റിയ ഒരു കൺട്രിയാണ് അൽബേനിയ. ടിക്കറ്റ് മുതൽ ഇവിടുത്തെ എക്സ്പെൻസ് വരെ ഭയങ്കര ചീപ്പാണ്. ആൻഡ് നിങ്ങൾ ഡ്രൈവും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രിപ്പും വളരെ സ്മൂത്തായിട്ടും പോകും കേട്ടോ. സോ അങ്ങനെ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലെത്തി. നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് ലഗേജ് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും അടുത്ത ട്രിപ്പാണെന്ന്. അടുത്ത ട്രിപ്പൊന്നുമല്ല, നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്നല്ലേ? അങ്ങനെ നേരെ അൽബേനിയയിൽ നിന്നും നേരെ ലണ്ടനിലെ എമ്പുരാൻ കാണാൻ വേണ്ടി. സോ അൽബേനിയയിലെ ഫസ്റ്റ് വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. നമ്മൾ എമ്പുരാൻ്റെ റിലീസിൻ്റെ അന്നാണ് നമ്മൾ അൽബേനിയയിലേക്ക് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായിരുന്നു. അതുകൊണ്ട് എമ്പുരാൻ എന്ന് വല്ല സ്പോയിലറും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു വീക്ക് ഇൻസ്റ്റാഗ്രാം പോലും അധികം യൂസ് ചെയ്തിട്ടില്ല. മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതെ ജസ്റ്റ് എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യണമെങ്കിൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ നേരെ അൽബേനിയയിൽ നിന്ന് എമ്പുരാൻ കാണാനാണ് വന്നേക്കണം കേട്ടോ. ആൻഡ് എമ്പുരാനെ കുറിച്ചുള്ള കൂടുതൽ റിവ്യൂ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, ഇതൊരു മൂവി റിവ്യൂ അല്ലാത്തതുകൊണ്ട്. മാത്രമല്ല നമ്മൾ അൽബേനിയയിൽ നിന്ന് നേരെ വന്നിട്ട് ചെയ്തൊരു കാര്യമായതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്തില്ലെങ്കിലും ഒന്നും വിഷയമില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കുക. സോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. So bye bye, take care, see you in next video.